ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്ക് KST ഗെയിമിംഗ് വേൾഡിൻ്റെ അടുത്തൊരു എപ്പിസോഡിലിട്ട് സ്വാഗതം. ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡാണിത്. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു, എന്നെ ഈ ഒരു വഴി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നെതറിൽ കയറാനാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഒബ്സീഡിയൻ നമുക്ക് താഴെ കേവിന്ന് മൈൻ ചെയ്യണം. വേറൊന്നുമില്ല, നേരെ നെതറിൽ കയറാം. നെതർ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം, ഏത് ബയോമാണോ കിട്ടുന്നതെന്നൊക്കെ നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇറങ്ങാം, അത്രയേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. നമുക്ക് നേരെ കേവിലോട്ട് പോവുക. ഞാൻ ടോർച്ചൊക്കെ എടുത്തിട്ടുണ്ട്, അവിടെ ഫുള്ള് ലൈറ്റപ്പ് ചെയ്തതാണ്. എന്നാലും ചിലപ്പോൾ ആവശ്യം വന്നാലോ. പിന്നെ നമ്മുടെ കയ്യിൽ ഡയമണ്ട് പിക്കാസും ഉണ്ട്, നമ്മൾ ഉള്ള വില്ലേജർമാരുടെ നിന്ന് മേടിച്ചത്. എന്താ ഇവിടെ ലാവാപ്പൂളുണ്ട്. ലാവാപ്പൂളിൽ നിന്ന് നമുക്ക് ഒബ്സീഡിയൻ എടുക്കുക, വെള്ളം ഒഴിച്ച് എടുത്താൽ മതി, അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഞാനിതൊന്ന് 10 പോരാല്ലോ, ഒരു 20 ഒരു 20 ഒബ്സീഡിയൻ മൈൻ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒബ്സീഡിയൻ പൊട്ടിക്കാൻ നല്ല ചടങ്ങാണ്. ഒരെണ്ണം പൊട്ടിക്കാൻ തന്നെ കുറേ സമയം എടുക്കും. പോർട്ടൽ ഉണ്ടാക്കാനുള്ള ഒബ്സീഡിയൻ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അമ്മി പേടിച്ചു പോയി, ഇപ്പം ചത്തേനെ, പേടിച്ച് ചത്തേനെ. ഇതിപ്പോൾ എവിടെ നിന്ന് ഇത്രയും നേരം കുഴപ്പമില്ലായിരുന്നല്ലോ. ലവേപ്പോടാ, സൂടിന് പവർ കൂടുതലാണ്. 2 അടി അടിച്ചപ്പോഴേക്കും ചത്തുപോയി. ഞാനങ്ങ് ഇല്ലാണ്ടായി. ഇവൻ വന്ന് ഈ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ പേടിച്ച് കേട്ടോ, സത്യം പറഞ്ഞാൽ. അതിൻ്റെ ഇടയ്ക്ക് ലാവ ഉള്ള വള്ളിയെല്ലാം പിടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും കൂടെ പൊട്ടിക്കണമല്ലോ. ഇവിടെ ഇതൊക്കെ എവിടെ നിന്നാണ് ഈ കയറി വരുന്നത്? ഇതേ 2 വരുന്നോ? ഒന്നും കൊള്ളുന്നില്ല. ഇതേ അടുത്തത് ഈ വില്ലേജർ സോംബിയോ. അയ്യോ, അതിൻ്റെ ഇടയ്ക്ക് ഭാഗ്യം എൻഡർമാനായിട്ട് അടി കൊണ്ടില്ല. അവനായിട്ട് അടി കൊണ്ടിരുന്നെങ്കിൽ തീരുമാനമായനെ. എനിക്ക് എവിടെ നിന്നാണ് ഈ അടി വരുന്നത്? ഇവന്മാരിത് ജീവിക്കാൻ സമ്മതിക്കൂല. എന്തായാലും തല്ലിക്കൊന്നിട്ടുണ്ട്. എൻഡർമാനെ ഞാൻ നോക്കിയില്ല, അവനിട്ടൊരു അടി കൊണ്ടേനെ. ഇതേ അടുത്ത വള്ളി. ഇത് എവിടത്തൊക്കെയാണ് ഇത് വരുന്നത്? ആ എൻഡർമാൻ്റെ കണ്ണിൽ നോക്കാണ്ടിരുന്നാൽ മതി. നോക്കിയില്ല, ഭാഗ്യം. ഇതേ അവിടെ സ്കെൽട്ടൺ ഇരിക്കുന്നു, നല്ല അടുത്തോട്ടാണ് പോകുന്നത്. ഇവിടെ എങ്ങാനും ഇരിക്കുക. അവിടെ കുറേ പേരുണ്ടല്ലോ. 2 അമ്പോളികളും ഉണ്ട്, ഒരു ക്രീപ്പറും ഉണ്ട്. അമറിന് അടി കൊണ്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ക്ലിയർ ചെയ്ത് മുകളിലെത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇല്ലേ ഇടക്കിടക്ക് അടി കിട്ടുന്നതൊക്കെ കാണിക്കേണ്ടി വരും. ഞാൻ നയിക്കുന്ന അവനെയും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഈ വെള്ളം കാരണം അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. വരുന്നടാ, ഞാൻ നിന്നെ ഒറ്റടിക്ക്. ഒരടി പോരല്ലേ, 2 3 അടി വേണമായിരുന്നു. ഇനി ഇവിടെ ഇരുന്നിട്ട് ബാക്കി ഒബ്സീഡിയനും കൂടെ ഞാൻ ഒന്ന് മൈൻ ചെയ്യട്ടെ. കേസ് അങ്ങനെ സക്സസ്ഫുള്ളി 20 ഒബ്സീഡിയനും കൊണ്ട് ഞാൻ ചാവാണ്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഇതാക്കണം, ഒരു പോർട്ടൽ ഇവിടെയായിട്ട് സെറ്റാക്കണം. അതിന് മുമ്പ് ഞാൻ അവിടെ പോകാനുള്ള കുറച്ച് ബിൽഡിംഗ് ബ്ലോക്കും ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലും ഒക്കെ എടുത്തിട്ട് ഇപ്പം വരാവേ. നമുക്ക് ഇവിടെയായിട്ട് പോർട്ടൽ സെറ്റ് ചെയ്യാം. അവിടെ നിന്നുള്ള വഴി നമുക്ക് ഇങ്ങോട്ട് കൂടെ കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാമല്ലോ. അപ്പോൾ ഞാനിതൊന്ന് ബിൽഡ് ചെയ്യട്ടെ. അങ്ങനെ പോർട്ടൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. എത്തിച്ചിട്ടൊന്ന് ഉള്ളിൽ കയറി പോകണം. എന്താവുമെന്നറിയില്ല. നെതറിൻ്റെ അകത്ത് ഒരു ക്ലൂ ഇല്ല. ഇനിയിപ്പം കഴിഞ്ഞ സീരീസിലെ പോലെ വല്ലതും ആവുകയാണെങ്കിൽ തീരുമാനമാവും. ഞാനിട്ടിട്ടങ്ങ് പോകും. ജസ്റ്റ് കണ്ടവർക്കറിയാം, ഞാൻ അതിനകത്ത് കയറുന്ന സമയത്ത് എനിക്ക് എവിടെ നിന്നൊക്കെ അടി കിട്ടി. അപ്പോൾ ഞാൻ കുറച്ച് ബ്ലോക്കും കൂടെ എടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് കയറാം. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്ലിൻ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് അകത്ത് കയറി പോകണം പോർട്ടലിനകത്ത്. എന്താവുമെന്നറിയില്ല. വെയിറ്റ്, ഞാൻ ബ്ലോക്ക് എടുത്തില്ല. ഞാൻ ബ്ലോക്ക് എടുക്കണമെന്ന് പറഞ്ഞല്ലാണ്ട് ഇതുവരെ ബ്ലോക്ക് എടുത്തില്ല. കയ്യിലുള്ള കുറച്ച് ബ്ലോക്ക് എടുത്തുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ ആവശ്യത്തിനുള്ള ഫുഡും ബ്ലോക്കും പിന്നെ ഒരു എക്സ്ട്രാ ഷീൽഡൊക്കെ എടുത്തിട്ടുണ്ട്. പെട്ടെന്നങ്ങ് കയറി പെട്ടെന്നങ്ങ് ഇറങ്ങാം. ചുറ്റുപാട് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. പിന്നെ ഈ സാധനങ്ങളില്ലേ, ഈ ബ്ലോക്കൊന്ന് ചുറ്റിനും വെക്കാം. നമ്മളെന്തായാലും കയറിയിട്ടുണ്ട്. ഈ സ്റ്റോണൊന്ന് നമുക്ക് ഇവിടെ തൽക്കാലം ഒന്ന് വെക്കാം. അതായത് ഇത് ഈ സ്ഥലത്തിൻ്റെ പേരെന്നായിരുന്നു? വന്നാടൻ ഒരു കാസ്റ്റ്. അടുത്തത് ഇവന്മാരെയും കൊണ്ട് ഒരു നിവർത്തി. അടുത്ത കാസ്റ്റ് ഇതന്നെയായിരുന്നു കഴിഞ്ഞ സീസണിൽ എനിക്ക് പറ്റിയത്. പക്ഷേ കഴിഞ്ഞ സീസണിൽ ഇതിലും കച്ചറയായിരുന്നു. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഞാനിങ്ങനെ സ്പോണാവുന്ന ചാവുന്നു, ഇതായിരുന്നു പരിപാടി. പക്ഷെ ഇപ്രാവശ്യം വ്യത്യാസമുണ്ട്. മോജാങ് എന്തൊക്കെയോ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ബെഡ് നമുക്ക് തൽക്കാലം ഇതൊന്ന് അടച്ചാടുന്നുണ്ട്. മണ്ടയിൽ കൂടെ ഒരുത്തം പോകുന്നുണ്ട്. എന്നെ തട്ടുവോ എന്തോ അറിയത്തില്ല. ഇതേ പോകുന്നു. എന്നെ കാണരുത്, കണ്ട പണിയാണ്. ഞാൻ എന്തായാലും ഫ്ലിൻ്റ് എടുത്തുകൊണ്ട് വന്നത്. ഇതിലിപ്പോൾ ഇവിടെ വെച്ച് പണിയായനെ. അതെന്നെ കണ്ടില്ലേ? എന്തേലും ആവട്ടെ.
ഇനി ഞാനിത് കൂടെ ഒന്നും ഇവിടെ സെറ്റാക്കിയിട്ട് ഇല്ലേ ഞാൻ സ്പോണാകുമ്പോഴേ അവന്മാരെന്നെ അടിച്ചിടും. ഞാനാണ് ഇവിടെ മിസ് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വെക്കുന്ന പൊട്ടി ഇതന്നെ പരിപാടി. എനിക്കൊരു അച്ചീവ്മെൻറ്റും കിട്ടിയല്ലോ. ഇൻറ്റു തന്നെ അതാ. ഓ, ഇത് പുതിയ അക്കൗണ്ട് ആയതുകൊണ്ട് നമുക്ക് പുതിയ അച്ചീവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അച്ചീവ്മെൻറ്റ് ലെവല് നമുക്ക് കൂട്ടണ്ടേ. അവിടെ അങ്ങനെ വെക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി വെക്കാം. വെച്ചില്ലേ? അത് പുറത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും. സോൾസ് ആൻഡ് വാലി എനിക്ക് ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. കാരണം ഇവിടെ കുറേ സ്കെൽട്ടൺ സ്പോണാവും. സ്കെൽട്ടനും ഗാസ്റ്റും. ഇവിടെ ഇതുവരെ കണ്ടില്ല. അവന്മാരെന്തിയോ എന്തോ. നമുക്കിതൊന്ന് പൊട്ടിച്ച് പുറത്ത് പോയി നോക്കാം. ഗാസ്റ്റ് വെക്കടാനാ വേടി. ഞാൻ തിരിച്ച് തുപ്പിത്തരാം. അല്ല, ഇങ്ങോട്ട് തുപ്പ്, ഞാൻ അങ്ങോട്ട് വിട്ടുതരാം. ഇവിടുത്തെ വാ പൊളിച്ച് അതെ. അത് അവിടെ വെച്ച് പൊട്ടി. ലാഗാവുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്. യുവമാർ കാരണം ലാഗാവുന്നുണ്ട്. അത് പൊട്ടി. അങ്ങോട്ട് വിടാൻ പറ്റിയില്ല. ഇങ്ങനെ ഇതെന്തോ ഒരു അച്ചീവ്മെൻ്റ് ഇല്ലേ യുവമാർ? എനിക്കുണ്ട്. ഇപ്പം ചാവും. അങ്ങനെയൊന്നും ചാവൂല. ഈ ഗാസ്റ്റ് തുപ്പുന്ന ഫയർ ബോൾ തിരിച്ച് അവന്മാരുടെ തേച്ച് വിട്ട് കൊല്ലിച്ചാൽ എന്തോ ഒരു അച്ചീവ്മെൻ്റ് ഇല്ലേ? അതൊക്കെ എടുക്കണം. ഇനിയിപ്പോൾ ആരെവിടെയാണോ എന്തോ. പോയാ ഒക്കെയാണൊന്നും മനസ്സിലാവുന്നുമില്ല. ഇതന്നെ ഇങ്ങനെ എൻ്റെ സ്കിന്നെ ഇങ്ങനെ. ഡേയ് പോയാ? ഞാൻ അടിച്ചു പോയാ? ഇവിടെ വെച്ചില്ല. ഇവിടെയും കൂടെ വെക്കട്ടെ. ഈ ഒരു ബ്ലോക്കും കൂടെ വെച്ച് കഴിഞ്ഞാൽ വെച്ച് ഫുള്ള് മൂടി കവർ ചെയ്ത് സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മൊത്തം സോൾസ് ആൻഡ് വാലി ആണ്. എനിക്കാണൊന്നും മനസ്സിലാവുന്നുമില്ല. ട്രൈഡ് കാസ്റ്റിനെ കിട്ടിയാൽ നല്ലതായിരുന്നു. ഞാൻ ഇവിടെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വല്ലതും കാണുവാണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. സോൾസ് ആൻഡ് വാലി മാത്രമാണ് ഈ ചുറ്റുവട്ടത്ത് ഉള്ളത്. ഞാൻ അധികം അങ്ങോട്ട് ദൂരെ പോയുമില്ല. സ്കെൽട്ടൻസും പിന്നെ ഗാസ്റ്റും എൻഡർമാനും ഒക്കെ ഉണ്ട് ഇവിടെ. അധികം ചുറ്റിക്കറങ്ങി നിന്നാൽ ഞാൻ തിരിച്ച് വീട്ടിൽ പോക്ക് ചത്തിട്ടായിരിക്കും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഫോർട്രസ് കണ്ടുപിടിക്കാം. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.